ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എല്ലാം തിങ്. നമ്മൾ എന്താ പാർട്ട് 2 റിവിഷൻ സോളിഡ്സ്, അതായത് ഘനരൂപങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, ദ ഗിവൺ ഫിഗർ ഇസ് ദ ലാറ്ററൽ ഫേസ് ഓഫ് എ സ്ക്വയർ പിരമിഡ്. അതായത് സമചതുര സ്തൂപികയുടെ വശങ്ങളിലുള്ള ഒരു മുഖമാണ് കാണിച്ചിരിക്കുന്നത്. എ ബി ഈക്വൽസ് എ സി ഈക്വൽസ് 25 സെന്റിമീറ്റർ. എ ബിയും എ സി 25 സെന്റിമീറ്റർ ആണ്. ബി ഡിയും ഡി സി, ബി ഡി ഈക്വൽ ഡി സി ഈക്വൽസ് 15 സെന്റിമീറ്റർ. വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് ബേസ് എഡ്ജ്? പാദമുഖത്തിന്റെ നീളം എത്ര? ഫൈൻഡ് ദ ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് സ്ക്വയർ പിരമിഡ്. അതായത് പാർശ്വമുഖങ്ങളുടെ പരപ്പളവ് എത്ര? ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് സ്ക്വയർ പിരമിഡ്. അപ്പം ഒന്നാമത്തെ എൻ്റെ ആൻസർ നമുക്ക് നോക്കാം. ലെങ്ത് ഓഫ് ബേസ് എഡ്ജ്, ഇതാണ് ബേസ് എഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ 15 15 30. ആദ്യത്തെ ആൻസറായി. രണ്ടാമത്തത് ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2AL. നമുക്ക് L ഇല്ല, അതാ ഇതാണ് L എന്ന് പറയുന്നത്, സ്ലാൻഡ് ഹൈറ്റ്. അപ്പോൾ L ഈസ് ഈക്വൽ ടു ഇതാണ്, ഇത് നോക്കിക്കേ, 90 അല്ലേ? ഹൈപ്പോട്ടനസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. L സ്ക്വയർ ഇസ് ഈക്വൽ ടു 25 സ്ക്വയർ മൈനസ് 15 സ്ക്വയർ. എത്ര വരും? 625 മൈനസ് 225. അപ്പോൾ എത്ര വരും? 400 എന്ന് വരും. L square is equal to 400. Therefore, L square is equal to 400. Therefore, L is equal to root of 400 equals 20. നമുക്ക് L കിട്ടി, 20 കിട്ടി. ഇനി ലാറ്ററൽ സർഫസ് ഏരിയ ഫിഗർ മായ്ക്കുവാണ്. എന്താണ്? ലാറ്ററൽ സർഫസ് ഏരിയ ഈക്വൽസ് 2AL equals 2 into 30 into 20. ഇപ്പം എത്ര കിട്ടും ആൻസർ? 1200. ഓക്കെ, സെൻറ്റിമീറ്റർ സ്ക്വയർ. രണ്ടാമത്തെ ചോദ്യം, ബേസ് എഡ്ജ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ഈസ് 10 സെൻറ്റിമീറ്റർ ആൻഡ് ലാറ്ററൽ സർഫസ് ഏരിയ ഈസ് 260 സെൻറ്റിമീറ്റർ സ്ക്വയർ. What is the total surface area of the pyramid? Find the slant height and height of the pyramid. Find the volume of the pyramid. ചോദ്യം മനസ്സിലായല്ലോ? എന്താണ് ചോദ്യത്തിൽ പറയുന്നത്? അതായത് ഒരു സമചതുര സ്തൂപികയുടെ പാദവക്കിൻ്റെ നീളം എത്രയാണ്? 10 സെൻറ്റിമീറ്ററും പാർശ്വതല പരപ്പളവ് 20 സെൻറ്റിമീറ്റർ സ്ക്വയറുമാണ്. സമചതുര സ്തൂപികയുടെ ഉപരിതല പരപ്പളവ് കണക്കാക്കുക. സ്തൂപികയുടെ ഉയരവും ചരിവുയരവും കണക്കാക്കുക. സ്തൂപികയുടെ വ്യാപ്തം കണക്കാക്കുക. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ തന്നിട്ടുണ്ട്. ബേസ് എഡ്ജ് തന്നിട്ടുണ്ട് അല്ലേ? A is equal to 10. ലാറ്ററൽ സർഫസ് ഏരിയ 2AL എന്നാണ് പറയുന്നത്. ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എത്ര മുഖങ്ങളുണ്ട് സ്ക്വയർ പിരമിഡിന്? സൈഡിലെ 4ഉം താഴെ 1ഉം, ബേസ് 1, 4 1 5 മുഖങ്ങളുണ്ട്. അപ്പോൾ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ വശങ്ങളിലുള്ള 4 മുഖങ്ങളുടെ ഏരിയ ആണ് 260 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത്. അതായത് 2AL എന്ന് പറയുന്നത് 260. ചോദ്യം വായിച്ച് നമുക്ക് ആദ്യം മുതൽ ആൻസർ ചെയ്യാം. A is equal to 10. ഒന്നാമത്തെ ആൻസർ A, ബേസ് എഡ്ജ് is equal to 10. 2AL equals lateral surface area is 260. That is 2 into 10 into L equals 260. L is equal to 260 divided by 2 into 10. 26 by 2. എത്ര കിട്ടും? 13 എന്ന് കിട്ടും അല്ലേ? ഇനി നമ്മുടെ അടുത്ത് എന്താ ചോദിച്ചിരിക്കുന്നത്? സ്ലാൻഡ് ഹൈറ്റും ചോദിച്ചിരിക്കുന്നു. പിന്നെ ടോട്ടൽ സർഫസ് ഏരിയ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ വോളിയം ചോദിച്ചിട്ടുണ്ട് അല്ലേ? ടോട്ടൽ സർഫസ് ഏരിയ, ഉപരിതല പരപ്പളവ് ഈക്വൽസ് A സ്ക്വയർ പ്ലസ് 2AL. നമുക്കറിയാം 10 സ്ക്വയർ പ്ലസ് 2AL തന്നിട്ടുണ്ട്, അതാ 260. നമുക്ക് ആൻസർ എന്താ കിട്ടും? 100 പ്ലസ് 260 equals 360 സെൻറ്റിമീറ്റർ സ്ക്വയർ.
സ്ലാൻഡ് ഹൈറ്റ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. സ്ലാൻഡ് ഹൈറ്റ് ഈസ് ഈക്വൽ ടു 13. ഇനി ഹൈറ്റാണ് ചോദിച്ചിരിക്കുന്നത്. ഹൈറ്റ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഹൈറ്റ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. L square equals h square plus a/2 the whole square. ഇനി നമുക്ക് h square കിട്ടത്തില്ലേ? h square equals L square minus a/2 the whole square equals എത്ര? 13 square minus a 10/2 5 square. അപ്പോൾ ഇത് നമുക്ക് എത്ര കിട്ടും? 13 square 169 minus 25 equals 144. H square 144. H is equal to root of 144 equals 12. Clear ആയിട്ട് എഴുതാം. H is equal to root of 144 equals 12 centimeter. അപ്പോൾ L കിട്ടി, H കിട്ടി, ടോട്ടൽ സർഫസ് ഏരിയ കിട്ടി. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? വോളിയമാണ് കാണേണ്ടത്. വോളിയം എന്താ? 1/3 a square h. വോളിയം ഈക്വൽസ് 1/3 a square h. ഇവിടെ ചെയ്യാം. a square h equals 1/3 into 10 into 10 into h എത്ര? 12. 4 times ഇപ്പം എത്ര കിട്ടും? 100 400 സെൻറ്റിമീറ്റർ ക്യൂബ്. ഓക്കെ, എല്ലാത്തിൻ്റെ ആൻസർ ആയില്ലേ? 400 സെൻറ്റിമീറ്റർ ക്യൂബ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം. ദ പെരിമീറ്റർ ഓഫ് ദ ബേസ് ഓഫ് സ്ക്വയർ പിരമിഡ് ഈസ് 40 centimeters and total length of all its sides is 90, all its edges, not sides, is 92 centimeters. Calculate its surface area. ഒരു സമചതുര സ്തൂപികയുടെ പാദ ചുറ്റളവ് 40 സെൻറ്റിമീറ്ററും വക്കുകളുടെ ആകെ നീളം 92 സെൻറ്റിമീറ്ററുമാണ്. സ്തൂപികയുടെ ഉപരിതല പരപ്പളവ് കണക്കാക്കുക. അപ്പം നോക്കിക്കേ, എന്താണ് തന്നിരിക്കുന്നത്? പെരിമീറ്റർ ഓഫ് ബേസ്. പെരിമീറ്റർ ഓഫ് ബേസ് എന്ന് പറയുമ്പോൾ ഇതല്ലേ, സ്ക്വയർ ആണ് അല്ലേ? എത്ര? 4a. 4 എന്നുണ്ടോ? 1 2 4 ട്രയാങ്കിൾ ഇല്ലേ? ഇങ്ങനെയല്ലേ ചിത്രം ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ. പെരിമീറ്റർ ഓഫ് ബേസ് ഓഫ് സ്ക്വയർ പിരമിഡ്, ഇതാണ് ബേസ്. അപ്പോൾ 40, 4a ഈക്വൽ 40. a ഈക്വൽസ് 40/4 ഈക്വൽസ് 10 സെൻറ്റിമീറ്റർ. a കിട്ടി. ടോട്ടൽ ലെങ്ത് ഓഫ് ഓൾ ഇറ്റ്സ് എഡ്ജസ്. എത്ര എഡ്ജസ് ഉണ്ട്? 8 ഉണ്ടല്ലേ? എന്താണ്? ഇത് 4. പിന്നെ ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചാൽ എന്താണ്? ചേർത്ത് വെച്ച രൂപത്തിൽ 4 പാർശ്വവക്കുകൾ. അപ്പം നമുക്ക് 4a + 4e എത്ര? 92. 4a നമുക്കറിയാം 40 + 4e ഈക്വൽസ് 92. Therefore 4e equals 92 minus 40. എത്ര കിട്ടും? 252. 4e equals 52. ഇതിന് ഈ കിട്ടത്തില്ലേ? e is equal to 52/4. 1 4 3. e is equal to 13 എന്ന് കിട്ടും. കാൽക്കുലേറ്റ് ദ സർഫസ് ഏരിയ. സർഫസ് ഏരിയ കാണാൻ എന്താണ്? a square + 2al. എല്ലുണ്ടോ? എല്ലില്ല. അതിന് പകരം എയും ഇയും ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് എല്ല് കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്ക് ഇതിനെ കണ്ടുപിടിക്കാം. e square is equal to L square plus a/2 the whole square എന്ന റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? 13 square equals L square plus a എത്ര?
10/2 എന്ന് പറയുന്നത് എത്ര? 5 സ്ക്വയർ. ഇത് നമുക്ക് L സ്ക്വയർ കിട്ടത്തില്ലേ? ഇത് മായ്ക്കാണ്, പുറത്തോട്ട് എഴുതാം. L square is equal to 13 square minus 5 square equals 169 minus 25 equals 144. L is equal to root of 144 equals 12. നമുക്ക് എയും ഇയും എല്ലും എല്ലാം അറിയാം. നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ കാണാം. ടോട്ടൽ സർഫസ് ഏരിയ എ സ്ക്വയർ പ്ലസ് 2AN ഈക്വൽസ്, ഇങ്ങോട്ട് എഴുതാണ്, എ എത്ര? 10 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 10 ഇൻറ്റു എത്ര? 12. 10 സ്ക്വയർ എത്ര? 100 പ്ലസ് 24 240. എത്ര കിട്ടും ആൻസർ? നമുക്ക് ഇതങ്ങോട്ട് മായ്ക്കാം, എന്നിട്ട് എഴുതുന്നതായിരിക്കും നല്ലത്. ഈക്വൽസ് 10 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഇതിൻ്റെ ബാക്കിയാണ് അങ്ങോട്ട് 10 ഇൻറ്റു 12 100 പ്ലസ് 240 ഈക്വൽസ് 340 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ഇപ്പം എല്ലാത്തിൻ്റെയും ആൻസറായി. നമുക്ക് കാൽക്കുലേറ്റ് ടോട്ടൽ സർഫസ് ഏരിയ. ടോട്ടൽ ആകെ ഉപരിതല പരപ്പളവ്. അപ്പോൾ ബേസിൻ്റെയും 4 വശങ്ങളുടെ 5 മുഖങ്ങളുടെ കൂടെ ചേർന്ന പരപ്പളവാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഓക്കെ, 3 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അടുത്ത ചോദ്യം അടുത്ത ക്ലാസ്സിൽ. ഓക്കെ.